अंदर से कुछ और ही है और बाहर से मजबूत. എൻ്റെ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി ഫോർ ദ പീപ്പിൾ ഹു ആർ നോട്ട് ലിവിങ് ദെയർ ഓൺ ലൈഫ്. അതെ, നമ്മളീ പലരും സ്വന്തം ജീവിതമല്ല ജീവിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരു തവണ നിങ്ങളുടെ മനസ്സിലൊന്ന് വിചാരിച്ചു വെക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെയാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ തുറന്നു പറയാതിരിക്കുന്ന എന്തോരം കാര്യങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിച്ചത് എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ ഡ്രീം ചെയ്ത ആ ഒരു ജീവിതമാണ് ജീവിക്കുമെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ അല്ലാത്തവരോടാണ്, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരോടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പറ്റി ആലോചിച്ച് നമ്മുടെ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും പേടി കാരണം ചെയ്യാതിരിക്കുന്നത്? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളായിട്ട് തന്നെയാണോ ജീവിക്കുന്നത്? ഇതൊക്കെ നമ്മളാണോ? നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ അച്ഛനോടോ അമ്മേനോടോ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനോട് വരെ കള്ളം പറഞ്ഞിട്ടില്ലേ? യെസ്, ഏകദേശം നമ്മുടെ അതേ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വേദ് വർദ്ധൻ സാനി. ഏതൊരു സാധാരണക്കാരാണ്, നമ്മുടെ എല്ലാവരുടെയും പോലെ. സ്വന്തം അച്ഛൻ പറയുന്നത് കേട്ട് എഞ്ചിനീയറിംഗ് എടുത്തു, എങ്ങനെയൊക്കെയോ അത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം പിന്നെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മരിക്കുന്നത് വരെ വേദ് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. വേദ് ഒരു ജസ്റ്റ് ആൻ ഓർഡിനറി പേഴ്സൺ ആണ്. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം വേദ് വർദ്ധൻ സാനിയുടെ ഉള്ളിലുണ്ട്. ചെറുപ്പം തൊട്ടേ കഥകളോടുള്ള ഒരു പാഷൻ ഉണ്ട്. നമ്മളെല്ലാവരോടും മറ്റുള്ളവർ പറഞ്ഞു തരുന്ന പോലെ വേദ് വർദ്ധൻ സാനിയോടും ചെറുപ്പം തൊട്ടേ പലരും എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അന്നത്തെ വേദിന് അറിയായിരുന്നു ദാറ്റ്സ് നോട്ട് ഹിസ് പാത്ത്. ഹി വാസ് മെന്റ് ടു ബി വിയർഡ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇയാളെന്ത് ഭ്രാന്തനാണെന്ന് തോന്നുള്ളൂ. ദാറ്റ്സ് ഗ്രേറ്റ്. എന്തിനാണ് നമ്മൾ വേറൊരാളായിട്ട് ജീവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഭ്രാന്തനാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കത് പുറത്ത് കാണിച്ചുകൂടാ? എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ടു ബി യുവർ സെൽഫ്. ബട്ട് ഇവിടെ വേദിന്റെ കാര്യം കുറച്ച് ഡിഫറെന്റ് ആണ്. ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെ നടന്നെങ്കിലും വലുതായപ്പോൾ പുള്ളി എന്ത് സൊസൈറ്റി പറയുന്നോ അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്താണോ വേദിന്റെ അച്ഛൻ പറയുന്നത് അത് കേട്ട് ജീവിക്കാൻ തുടങ്ങി. കാരണം പുള്ളിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ വേദ് വർദ്ധൻ സിൻഹയുടെ ഉള്ളിന്റെ ഉള്ളിൽ പുള്ളിയുടേതായിട്ടുള്ള വേറൊരു പേഴ്സണാലിറ്റി തന്നെ ഉണ്ടായി. ചെറുപ്പം തൊട്ടേ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന, മലയിനോടും മരത്തിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിയേർഡ് പാട്ടും വേദിന്റെ ഒപ്പം വളർന്നു വരാൻ തുടങ്ങി. ആ പാട്ടിനെ പുള്ളി വിളിച്ച പേരാണ് ഡോൺ. പക്ഷെ വേദ് വർദ്ധൻ സാനിയുടെ ഈ ഒരു പാട്ടിനെ ഒരേ ഒരാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, താര. ആ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ വേദ് വർദ്ധൻ സാനി ശരിക്കും പുള്ളിയുടെ മനസ്സിന്റെ അകത്ത് ആരാണ്. താരയ്ക്ക് ഒരിക്കലും വേദ് വർദ്ധൻ സിൻഹ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ഒറിജിനൽ പേര് പോലും അറിയില്ലായിരുന്നു. കാരണം വേദിന്റെ ഉള്ളിൽ പുള്ളി എപ്പോഴും ഡോൺ ആണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേഴ്സണാലിറ്റി അതാണ്. പക്ഷെ 4 വർഷത്തിന് ശേഷം താര വേദിനെ കാണുമ്പോൾ ഹി വാസ് കംപ്ലീറ്റ്ലി എ ഡിഫറെന്റ് പേഴ്സൺ. He was just an ordinary person. പക്ഷെ താരയ്ക്ക് അറിയാം he is not an ordinary person. He is a guy with something extraordinary inside him. പിന്നെ വേദ് വർദ്ധൻ സിൻഹയ്ക്ക് എന്ത് പറ്റി? സ്വന്തം അച്ഛൻ കാരണം, സൊസൈറ്റി കാരണം, അവരൊക്കെ പറയുന്ന ആ ഒരു ടെംപ്ലേറ്റിലേക്ക് പുള്ളിക്ക് ജീവിക്കേണ്ടി വന്നു. ബിക്കോസ് there was not an option. പക്ഷെ ഇതൊരു ടിപ്പിക്കൽ അച്ഛൻ മകൻ വെഞ്ചൻസോ അല്ലെങ്കിൽ സമൂഹത്തിന് നേരെയുള്ള ഒരു വെഞ്ചൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. അങ്ങനെ ഒരു കഥയേ അല്ല ഇത്. ഈ കഥ ഈ സിനിമയുടെ തന്നെ ഡയറക്ടറായിട്ടുള്ള ഇംതിയാസ് അലി പറയുന്നത് അനുസരിച്ച് ഇറ്റ്സ് എ മീ വേഴ്സസ് മീ. ഇത് ഞാനും പിന്നൊരു ഞാനും തമ്മിലുള്ള കഥയാണ്. അതായത് ഈ കഥയിലെ പ്രോട്ടഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും ഒരാളാണ്. ഇത് ഭയങ്കര ഒരു സൈക്കോളജി ത്രില്ലറോ അതുപോലത്തെ സാധനങ്ങളൊന്നുമല്ല. പക്ഷേ ഇതിന്റെ ഹീറോയും വില്ലനും വേദ് വർദ്ധൻ സിൻഹ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വേദ് വർദ്ധൻ സിൻഹയുടെ ഉള്ളിൽ 2 പേഴ്സണാലിറ്റി ഉണ്ട്. ഒരാള് നമ്മുടെ സൊസൈറ്റിയും വേദ് വർദ്ധൻ സിൻഹയുടെ അച്ഛനും തല്ലി പഴിപ്പിച്ചെടുത്ത ആ ഒരു സൊസൈറ്റിയൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ച ഒരു ക്യാരക്ടർ. പക്ഷെ രണ്ടാമത്തെ ആളാണ് നമ്മുടെ ഹീറോ, ദ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ, ഫൺ എൻജോയിങ് ആയിട്ടുള്ള, വിയേർഡ് ആയിട്ടുള്ള, ലൈഫിൽ ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഡോൺ. ദ ഹോൾ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ വേദ് വർദ്ധൻ സിൻഹ എങ്ങനെയാണ് എല്ലാ സൊസൈറ്റിയുടെ നോംസും പേടിയും ഒക്കെ എടുത്തു കളഞ്ഞിട്ട് ഡോണായി മാറും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഏറ്റവും വലിയ ഹീറോ നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ നമ്മൾ തന്നെയാണ്. ആൻഡ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൂ ആർ വി. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആരാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ജസ്റ്റ് ലൈക്ക് വേദ് വർദ്ധൻ സിൻഹ. ബട്ട് വേദ് വർദ്ധൻ സിൻഹ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ജേർണി ഒട്ടും ഈസി ആയിരുന്നില്ല. വേദ് വർദ്ധൻ സിൻഹ ഓൾവേസ് ഹാഡ് ദാറ്റ് ഫ്രസ്ട്രേഷൻ ഇൻ ഹിം. അത് നമുക്ക് കാണാൻ പറ്റുന്നത് വേദ് വർദ്ധൻ സിൻഹ ആദ്യമായിട്ട് തൻ്റെ അച്ഛൻ്റെ അടുത്ത് തനിക്ക് മാത്സ് ഒട്ടും പറ്റില്ല, എഞ്ചിനീയറിങ്ങിന് പോകാനേ പറ്റില്ല എന്ന് തുറന്നു പറയുന്ന ആ ഒരു ടൈമിലാണ്. പക്ഷെ വേദിൻ്റെ അച്ഛൻ പുള്ളിയുടെ അഭിപ്രായം മാനിക്കുന്നതിന് പകരം അതിന് എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു മനുഷ്യനെ അയാളുടെ ജീവിതം പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ആർ അട്രാക്റ്റഡ് ടു സേഫ്റ്റി. നമ്മുടെ അച്ഛനമ്മമാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ,
നമ്മളെല്ലാവരും സേഫ്റ്റിനോട് അട്രാക്റ്റഡ് ആണ്. നമുക്ക് സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ അച്ഛനമ്മയും നമ്മുടെ പാരൻസ് ജനറലി നമ്മുടെ സേഫ്റ്റിയും പ്രോസ്പെരിറ്റിയും അല്ല ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കണം, നല്ല രീതിക്ക് ജീവിക്കണം. അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ അടുത്താണ് വേദ്വർദ്ധൻ സിൻഹ പോയിട്ട് തനിക്കൊരു സ്റ്റോറി ടെല്ലർ ആവണമെന്ന് പറയുന്നത്. നമുക്ക് പോലും ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്, സോ ഡു ഹിം. അതുകൊണ്ട് തന്നെ വേദ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് കൊല്ലം കഷ്ടപ്പെട്ട് ജീവിച്ച് അവസാനം എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ വേദ് വേറെ വേറെ പേഴ്സണാലിറ്റികൾ മൈൻഡിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഇന്ത്യൻ ഹൗസ് ഹോൾഡിനെയും പോലെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ പയ്യനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, അവൻ്റെ പോലെ നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വേദിനെ. ബട്ട് ഹി നോ ദാറ്റ് ഈസ് നോട്ട് ഹിം. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള പല പല അവസ്ഥകളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ട. വേദിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹി വാസ് ഓൾവേസ് കൺട്രോൾഡ് ബൈ സംവൺ എൽസ്. ഒരിക്കലും വേദ്വർദ്ധൻ സാനിയുടെ സ്വന്തം ജീവിതത്തിൻ്റെ കൺട്രോള് സ്വന്തം കയ്യിലുണ്ടായിരുന്നില്ല. ചെറുപ്പം തൊട്ട് ഒരു 10-20 വയസ്സാവുന്നവരെ സ്വന്തം ഫാദറാണ് വേദിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. നീ എന്താണ്, നിന്റെ വില എന്താണ്, നീ എങ്ങനെയാണ് പോകേണ്ടതെന്ന് പുള്ളിക്കാരൻ സ്റ്റഡി ക്ലാസ് എടുത്ത് കൊടുക്കുമായിരുന്നു. പക്ഷെ ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പുള്ളിയുടെ ബോസായി പുള്ളിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പുള്ളി എന്താണ്, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ വേദിൻ്റെ ബോസ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ഇതുപോലത്തെ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ്റെ ഇടയിലേക്കാണ് താര പിന്നെയും വരുന്നത്. താര വാസ് സോ കൺഫ്യൂസ്. കാരണം പുള്ളിക്കാരി കണ്ട ആ ഒരു പേഴ്സണാലിറ്റിയേ അല്ല വേദ്. ഇവിടെ ആർക്കോ എന്തിനോ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വേദ്. ആൾക്കാരെന്ത് പറയുന്നു, സൊസൈറ്റി എന്ത് പറയുന്നു, അതൊക്കെ കേട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ താരയുള്ളതുകൊണ്ടാണ് വേദ് തൻ്റെ ഒറിജിനൽ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കുന്നത് ത്രൂ ഹാർട്ട് ബ്രേക്ക്. താരയുടെ ഒപ്പമുള്ള റിലേഷൻ കല്യാണത്തിന്റെ അടുത്ത് വരെ എത്തിയെങ്കിലും അത് ബ്രേക്കപ്പ് ആയി പോയപ്പോഴാണ് വേദ് മെന്റലി ഇൻസെയിൻ ആവുന്നത്. സ്വന്തം ഓഫീസിൽ പ്രാന്തനെ പോലെ ഓരോന്ന് കാണിച്ച് സ്വന്തം ജോലി കളഞ്ഞു. അതുപോലെ തന്നെ ഒരു 1.5 ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് ഒരു ഹിജറയ്ക്ക് ചുമ്മാ എറിഞ്ഞു കൊടുത്തു. പുറത്ത് നോക്കുന്ന നമുക്ക് അതൊരു പ്രാന്തം ചെയ്യുന്ന പരിപാടികളാണ്. പക്ഷെ അതാണ് ഡോൺ, അതാണ് വേദിന്റെ ഒറിജിനൽ സെൽഫ്. ഈസ് എ ബിറ്റ് വിയർഡ്. പക്ഷെ ആ ഒരു ടൈമിലാണ് വേദ് കുറെ ആൾക്കാരെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് പലരും ഒരു യാന്ത്രികമായിട്ടുള്ള ആർക്കോ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവും. എല്ലാവരുടെയും ഉള്ളൊരു ഡെഡ് ആയിട്ടുള്ള ഒരു ഡ്രീം ഉണ്ട്. അവർ മുള്ളിന്റെ ഉള്ളിൽ കുഴിച്ച് മൂടിയ സ്വപ്നങ്ങളുണ്ട്. ലോകത്ത് പലരും ജീവിച്ച് തീർക്കുകയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു ജീവിതം എങ്ങനെയൊക്കെയോ ജീവിച്ച് തീർക്കുകയാണ്. ആ ഒരു ബ്രേക്കപ്പ് ടൈമിൽ ഇതുപോലെ ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണ് വേദ് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. വേദിന് അതുപോലത്തെ ഒരാളാവണ്ടായിരുന്നു. പുള്ളി പിന്നെയും കഥകൾ പറയാൻ തുടങ്ങി. വേദ്വർദ്ധൻ സിൻഹ എന്ന് പറയുന്ന ആള് ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് പുള്ളിയുടെ അച്ഛനോട് പറഞ്ഞു. ജീവിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഓടി മരിക്കാൻ വേദിന് പറ്റില്ല. ഹീ ഈസ് ഡിഫറെന്റ്. അങ്ങനെ സ്വന്തം സെൽഫ് എന്താണെന്ന്, സ്വന്തം പേഴ്സണാലിറ്റി എന്താണെന്ന് വേദ് തന്നെ കണ്ടുപിടിച്ചു. അയാൾക്ക് ജീവിക്കാൻ വേറൊരാളുടെ അഭിപ്രായം ആവശ്യമില്ല. ബിറ്റ് വിയർഡ്. ഹീ ഈസ് ഫണ്ണി. ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കില്ല. ജീവനില്ലാത്ത വസ്തുക്കളോടൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പുറത്തു നോക്കുന്ന ഒരാൾക്ക് വെറും പ്രാന്തനായിട്ട് തോന്നും. പക്ഷേ ഡസ് ഇറ്റ് മാറ്റർ? നമ്മൾ ഒരേ ഒരു ജീവിതത്തെ ജീവിക്കുന്നുള്ളൂ. നിങ്ങളും ഞാനും ഒക്കെ അടക്കമുള്ള ആൾക്കാർ അടുത്ത സെക്കൻഡിൽ ജീവനോടെ ഉണ്ടാവുമെന്ന് പറയാൻ പോലും പറ്റില്ല. ഈവൻ ഒരു 10,000-10,000 കൊല്ലം കഴിയുമ്പോൾ ഈ ഭൂമി തന്നെ ഉണ്ടാവില്ല, ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല. നമ്മളൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു സൈൻ പോലും ഉണ്ടാവില്ല. സോ എന്തിനാണ് ഇപ്പോൾ പേടിക്കുന്നത്? ബി യുവർ സെൽഫ്. നമ്മുടെ പേടിക്കൊന്നും ഇവിടെ ഒരു സ്ഥാനമില്ല. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്ത് ചെറിയ കാര്യം, അത് എത്ര വീടാണെങ്കിലും നിങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളവരുടെ എഗ്രിമെന്റിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കരുത്. ഫസ്റ്റ്ലി നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലായിരിക്കണം, വേറൊരാളുടെ കൈ കൊടുക്കരുത്. ആൻഡ് ബി യുവർ സെൽഫ്. നിങ്ങൾ എതിർക്കാൻ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാന്ന് പറയാൻ ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബാലയ്യനെ പറ്റി, ബാലയുടെ പടങ്ങൾ കാണുന്നതിനെ പറ്റി ഞാൻ പറയുന്നപ്പോൾ എന്നെ പിടിച്ച് മാനസിക രോഗി വരെ ആക്കിയ ആൾക്കാരുണ്ട്. ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ്. ഹു വാണ്ട്സ് ടു ബി ഓർഡിനറി? നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു വിയർഡ് ആയിട്ടുള്ളൊരു പാട്ടുണ്ടാവും. അതുപോലെ തന്നെ മോശമായിട്ടുള്ളൊരു സൈഡും കൂടെ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ചേർന്നതാണ് നമ്മൾ. എംബ്രേസ് ഇറ്റ്. നമ്മൾ നമ്മളായിട്ടിരിക്കുക. ആൾക്കാർ പലതും പറയും. ജസ്റ്റ് ലിവ് യുവർ ലൈഫ്. बिलीव ही नहीं हो रहा कि जो मैं करना चाहता था मैंने किया. अब जाके अंदर कुछ अच्छा लग रहा है. और आज पहली बार लग रहा है कि राज शर्मा बुरा बंदा नहीं है.